എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഹൈപ്പ് കൂടി ഉണ്ടെങ്കിൽ തന്നേക്കണം. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ നന്ദഗോവിന്ദം ഭജൻസിന് നേരെയുള്ള ആക്രമണമാണ്. അപ്പോൾ അതേക്കുറിച്ചിട്ട് ഒരുപാട് വീഡിയോസുകളും കാര്യങ്ങളും ഒക്കെ ഇന്ന് എവിടെ തിരിഞ്ഞാലും നോക്കിക്കഴിഞ്ഞാലും നമ്മൾ കാണുന്നത് മുഴുവനും നന്ദഗോവിന്ദം ഭജൻസിനെതിരെയുള്ള തെറിവിളികളും, എന്നാൽ കുറച്ച് ആളുകൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് വരുന്നുമുണ്ട്. എന്താണ് ഇപ്പോൾ ആളുകൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഒരു ക്ഷേത്ര പരിസരത്ത് അല്ലെങ്കിൽ ഒരു ക്ഷേത്ര മുറ്റത്ത് ഒരു ക്രൈസ്തീയ ഭക്തിഗാനം പാടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ പൊട്ടിപ്പറിഞ്ഞു പോകുന്നതാണോ ഹിന്ദുവിന്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ? ഇതില് ഈ ഒരു പാട്ട് ഇവിടെ പാടിയതിൽ എന്താണ് കുഴപ്പമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഈ ഒരു പാട്ട് പാടിയ ആൾ ഇതേ കുറിച്ചിട്ട് പറയുന്നത് കേട്ടതിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാം. നമ്മുടെ ഹോളി ഫാമിലി സ്കൂളാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മുടെ എൻ്റെ കുറേ സുഹൃത്തുക്കളൊക്കെ ഇവിടെ ഉണ്ട്. നമ്മുടെ ഈ ഭജന നടക്കുമ്പോൾ ഇത്രയും തിരക്ക് വരുന്ന അറിഞ്ഞിട്ട് നമുക്ക് വേണ്ടി പാർക്കിംഗ് സൗകര്യങ്ങൾ എല്ലാവർക്കും തരുന്നത് അവിടെ പള്ളി ഗ്രൗണ്ടിലാണ്. ദേശവിളക്ക് എന്നുള്ള നമുക്ക് അടുത്ത ദിവസം ഉണ്ട്. ദേശവിളക്ക്. അപ്പോൾ ദേശവിളക്കിന് അവിടെ നടക്കുന്ന സമയത്ത് ദേശം മുഴുവൻ വിളക്കുകളാണ്. ആ സമയത്ത് ഇവിടെ പള്ളിയിലും വിളക്കുകൾ എത്തിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്നൊരു നാടാണ്. അപ്പം എൻ്റെ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ മതസൗഹാർദ്ദം എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെ പ്രശ്നം പോലെയൊക്കെ പല സ്ഥലങ്ങളിൽ ഞാൻ കമന്റുകളൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെയൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലാത്ത കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യന്മാരാണ് ഞങ്ങൾ. അപ്പോൾ ഇന്ന് ഭജന കേൾക്കാൻ വേണ്ടിയിട്ട് എനിക്കറിയാം. ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് ക്രിസ്ത്യൻസ് ആയിട്ടുള്ള എന്നെ പഠിപ്പിച്ച ടീച്ചറിൻ്റെയൊക്കെ സിസ്റ്റേഴ്സൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അവരെ കൂടി ഉണ്ടാവും. ഒത്തിരി ധാരാളം ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഒരു കാര്യങ്ങളിലെ വ്യത്യാസമൊന്നും കാണാത്ത ഒരു നാടാണ്. അപ്പം നമുക്ക് വേണ്ടി ഇത്രയും സൗകര്യങ്ങളെല്ലാം ചെയ്തു തന്ന അവർക്ക് വേണ്ടി ഒരു പാട്ട് നമുക്ക് പാടാമല്ലോ. അപ്പോൾ ഇവിടെ അദ്ദേഹം നേരെ ചെന്ന് ആ ഒരു എന്താ പറയുന്ന ആ ഭജനയില് ആ ഒരു ക്രൈസ്തീയ സോങ് അദ്ദേഹം നേരെ വന്ന് ഇടിച്ചു കയറി അങ്ങ് പാടുകയല്ല ചെയ്തത്. ആദ്യം സദസ്സിനിരിക്കുന്ന ആളുകളോട് അനുമതി ചോദിച്ചതിന് ശേഷമാണ് അദ്ദേഹം ആ ഒരു പാട്ട് പാടാൻ തുടങ്ങുന്നത്. അതിനു മുമ്പ് തന്നെ ആ ഒരു പാട്ട് പാടാനായിട്ട് അനുവാദം ചോദിക്കുന്നതിന് മുമ്പ് അതിനുള്ള സാഹചര്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട കുറച്ച് നല്ലവരായിട്ടുള്ള സഹോദരങ്ങളാണ് അവിടെ വാഹനം പാർക്ക് ചെയ്യുന്നതിനും മറ്റുമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തത്. അതുപോലെ തന്നെ അദ്ദേഹം പഠിച്ച സ്കൂള്, അദ്ദേഹത്തിന്റെ നാട്, അങ്ങനെയൊക്കെ കുറെ അധികം കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ അതിനുശേഷമാണ് അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ വന്നിട്ടുണ്ട് ഈ ഒരു ഭജന കാണാനായിട്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഒരേ ഒരു പാട്ട് ഞാൻ പാടുകയാണെന്ന് പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം പാടുന്നത്. അപ്പൊ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ മനസ്സിലാവുന്നില്ല. അതായത് ആ ഒരു പാട്ട് പാടിയിരിക്കുന്നതെന്ന് പറഞ്ഞാല് ഇദ്ദേഹമല്ല അത്, ആ ഒരു സംഗീതം ഇദ്ദേഹമല്ല ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാല് നമുക്ക് അത് ഒരു ഭജനയാണെന്ന് അല്ലാതെ അതൊരു ക്രൈസ്തീയ ഭക്തിഗാനമാണെന്ന് തോന്നുകയേയില്ല. ശരി, ആ ഒരു പാട്ട് ഞാൻ ഇവിടെ കൊടുക്കാത്തത് എന്താണെന്ന് വെച്ചാല് സ്ട്രൈക്ക് കിട്ടും, അതിനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ആ ഒരു പാട്ട് ഞാൻ ഇവിടെ വെക്കാത്തത്. എന്നാൽ നിങ്ങൾ ഇന്ന് എവിടെ പോയി തിരഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ ഒരു പാട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു വിഷയത്തെ കുറിച്ചിട്ട് കൂടുതൽ പറയുകയാണെങ്കിൽ ഇവിടെ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തിനും ഏതിനും എവിടെയും എങ്ങനെയും വർഗീയത ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഏതിൽ തൊട്ട് കഴിഞ്ഞാൽ വർഗീയത മാത്രം പറയാം എന്ന് ചിന്തിക്കുന്ന കുറച്ചധികം ആളുകൾ, അവരാണ് ഈ ഒരു കാര്യത്തെ വളരെയധികം വലുതാക്കി കൊണ്ടുപോകുന്നത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ശശികല ടീച്ചർ. അപ്പൊ ആർക്ക് കുരു പൊട്ടിയാലും പൊട്ടിയില്ലെങ്കിലും ഈ ഒരു കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ശശികല ടീച്ചറിന്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ ചിക്കൻ മസാല വളരെ നല്ലതാണ്, അത് പക്ഷെ പായസത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല, അത് കൊള്ളില്ല എന്നാണ് അവർ പറഞ്ഞത്. അത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഉപമയാണ്. ചിക്കൻ മസാല വളരെ നല്ലതാണ്, പക്ഷെ അത് ചിക്കൻ കറിയിൽ മാത്രമേ ചേരുകയുള്ളൂ. പായസം വയ്ക്കുമ്പോൾ പായസത്തിൽ ചേരേണ്ട കാര്യങ്ങൾ തന്നെ അതിൽ ചേരണം. അതായത് പക്ഷെ ഇവര് അത് ആ ഒരു ഉപമ പറഞ്ഞതെന്ന് വെച്ചാല് ക്രൈസ്തീയ ഭക്തിഗാനമൊക്കെ വളരെ നല്ലതാണ്, പക്ഷെ അത് പാടേണ്ട സ്ഥലം ഇതല്ല എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ചോദിക്കേണ്ടത്, അവിടെ ഒരു പാട്ട് അവർ വന്ന് പാടി, അതിന് ഇത്രയധികം കുരുപൊട്ടിക്കേണ്ട കാര്യം എന്താണ്? ഒരു പാട്ടല്ലേ, ഒന്നുമില്ലല്ലോ, ഒരു ദൈവത്തിന്റെ പാട്ടല്ലേ. ഇപ്പോൾ അദ്ദേഹം അവിടെ വന്നു, അദ്ദേഹത്തിന്റെ ടീമുകൾ എല്ലാവരോടും ചേർന്നിട്ട് ഒരു ക്രൈസ്തീയ ഭക്തിഗാനം പാടി എന്നതുകൊണ്ട് തന്നെ ആ ഒരു ക്ഷേത്രത്തിലെ മൂർത്തി എങ്ങും പോവില്ല. പിണങ്ങി ആ ഒരു മൂർത്തി ഒരിടത്തും ക്ഷേത്രം വിട്ട് പോവില്ല. ശ്രീകോവിലിനുള്ളിൽ തന്നെ ആ ഒരു ചൈതന്യം, നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു ചൈതന്യം അവിടെ തന്നെ ഉണ്ടാവും. ഇപ്പൊ ഒരു ക്രൈസ്തീയ ഭക്തിഗാനം വന്ന് പാടിയെന്ന് കരുതിയിട്ട് എങ്ങും പിണങ്ങി പോവില്ല ഒരു ദൈവങ്ങളും. അത് ആദ്യം മനസ്സിലാക്കുക. ഈ പിണക്കവും ഇണക്കവും ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് നമ്മളെ പോലുള്ള കുശുമ്പും കുന്നായ്മയും മനസ്സിൽ കൊണ്ട് നടക്കുന്ന, തലയ്ക്കകത്ത് മുഴുവൻ സെപ്റ്റിക് ടാങ്ക് കെട്ടിവെച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾക്ക് മാത്രമേ ഇതുപോലെയുള്ള ചിന്താഗതികളും ഒക്കെ തോന്നുകയുള്ളൂ. അല്ലാതെ ദൈവങ്ങൾക്കൊന്നും ഒരിക്കലും അങ്ങനെയൊന്നും തോന്നത്തില്ല.
അപ്പോൾ ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് പറയുമ്പോൾ മറ്റൊരാൾ പറഞ്ഞൊരു കാര്യമാണ് എനിക്കിവിടെ പറയാനായിട്ട് തോന്നുന്നത്. അതായത് ചിലരൊക്കെ കമന്റിലൂടെയും പറയുന്നുണ്ടായിരുന്നു, എന്നാൽ കമന്റിലൂടെ അല്ലാതെയും ചിലർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അത് രാജൻസ് കറിയയുടെ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ചാനലിൽ ഒരു സ്ത്രീയുടെ ഒരു വോയിസ് കോളും സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പൊ അതിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, നമ്മള് ഇപ്പോ ക്ഷേത്രത്തിൽ വന്നിട്ട് ഇതുപോലെ ക്രൈസ്തീയ ഭക്തിഗാനം പാടി, നേരെ മറിച്ച് ഒരു പള്ളിക്കുള്ളിൽ വെച്ചിട്ട് ഒരു ഹിന്ദുവിന്റെ പാട്ട് പാടാനായിട്ട് അവർ സമ്മതിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ചോദ്യങ്ങൾ പലയിടത്തും കമന്റ് ആയിട്ടും കിടക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു വിഷയത്തെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാല്, ഒരു ക്രിസ്ത്യാനിറ്റിയിലുള്ള ഒരു മനുഷ്യർ പോലും പറഞ്ഞിട്ടില്ല ഈ ക്ഷേത്ര പരിസരത്ത് വെച്ചിട്ട്, അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിലെ ഭജനയിൽ ഉൾപ്പെടുത്തി ഞങ്ങളുടെ ജീസസിന്റെ ഒരു സോങ്ങും കൂടി വെക്കണമെന്ന് അവരാരും ആവശ്യപ്പെട്ടിട്ടല്ല വച്ചത്. ഇവരുടെ ഇഷ്ടത്തിന് അവരത് പാടി, അത്രയേ ഉള്ളൂ. അതിന് എന്തിനാണ് ഇങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യമില്ല. പിന്നീട് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളുടെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ, അവർ ഒരിക്കലും അവരുടേതായിട്ടുള്ള ഭക്തി ഗാനങ്ങളൊന്നും നമ്മളോട് പാടാനായിട്ട്, നമ്മുടെ ക്ഷേത്രത്തിൽ വന്ന് പാടാനായിട്ട് അവരും ആവശ്യപ്പെടുന്നില്ല. അപ്പോൾ മതേതരത്വം എന്നും പറഞ്ഞിട്ട് ആളുകളെ മുഴുവനും കയ്യിലെടുക്കാനായിട്ട് നടക്കുന്നത് നമ്മളുടെ കൂട്ടത്തിലുള്ളവർ തന്നെയാണ്. അപ്പൊ പിന്നെ ഇങ്ങനെയുള്ള ചോദ്യങ്ങളുടെ ഒന്നും യാതൊരു വിധത്തിലുള്ള ആവശ്യങ്ങളും ഇല്ല. പിന്നെ അള്ളാഹു അല്ലാതെ വേറൊരു ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഈ പറയുന്ന ആളുകൾ. പക്ഷെ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഹിന്ദുക്കളാണ് ബഹുദൈവ ആരാധകര്. നമ്മൾ ഹിന്ദുക്കളായിട്ടുള്ള പല ആളുകളും കർത്താവിനെ ആരാധിക്കുന്നുണ്ട്, അതുപോലെ കന്യാമറിയത്തെ ആരാധിക്കുന്നുണ്ട്, അതുപോലെ തന്നെ പടച്ചവനെ കണ്ടാലും ആരാധിക്കുന്നുണ്ട്. ഇപ്പൊ എന്റെ കാര്യം എടുത്തു കഴിയുകയാണെങ്കിൽ, ഞാനിങ്ങനെ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് പള്ളി കണ്ടാലും ചർച്ച് കണ്ടാലും എന്ത് കണ്ടാലും മനസ്സുകൊണ്ട് വന്ദിക്കുന്ന ആളാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ. അത് നമ്മൾ ബഹുദൈവ വിശ്വാസികളായതുകൊണ്ട് പല ആളുകളും അങ്ങനെ തന്നെയാണ്. എന്നാൽ വേറെ ചില ആളുകളാണ് ഇതുപോലെ വന്ദിച്ചില്ലെങ്കിൽ നിന്ദിക്കരുതെന്നാണ് ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ വേറെ ചില ആളുകൾ എങ്ങനെയാന്ന് വെച്ചാൽ, പണ്ടാരണ്ട പറയുന്ന കണക്ക് പട്ടി തിന്നത്തില്ല പശുവിനെ തീറ്റിക്കത്തില്ല എന്ന് പറഞ്ഞതുപോലെ അവരിട്ട് ചെയ്യത്തുമില്ല, മറ്റാരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവർക്കിട്ട് സഹിക്കത്തുമില്ല. അപ്പൊ അതാണ് ഈ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ ഒരു നന്ദഗോവിന്ദം ഭജൻസിനോട് പറയാനുള്ള ഒരു കാര്യമാണ്. അതായത് നിങ്ങൾ ചെയ്തത് ഒരിക്കലും ഒരു തെറ്റാണെന്ന് ഞാൻ പറയത്തില്ല. കാരണം ഒരു പാട്ടല്ലേ, പോരെങ്കിൽ അതൊരു ദൈവത്തിന്റെ പാട്ടല്ലേ, അത് കേൾക്കാൻ തന്നെ വളരെ ഇമ്പമുള്ളതായിരുന്നു, വളരെ മനോഹരമായി നിങ്ങൾ പാടുകയും ചെയ്തു. പക്ഷെ എന്നാൽ പോലും നിങ്ങളോട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ആ ഒരു പാട്ട് അവിടെ വന്ന് പാടിയപ്പോൾ കുറേ അധികം ആളുകൾക്ക് കുരുപൊട്ടി. അപ്പോൾ അവിടെ ഇപ്പോൾ ഒരു ഹിന്ദുവിന്റെ ക്ഷേത്ര പരിസരത്ത് വരുന്നത് കൂടുതലും ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ തന്നെയാണ്, പ്രത്യേകിച്ചും ഭജന പോലുള്ള സംഭവങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. അപ്പൊ അതിൽ കുരു പൊട്ടുന്നവരും ഉണ്ടാവാം, പൊട്ടാത്തവരും ഉണ്ടാവാം. അപ്പോൾ അവിടെ വന്നിട്ട് ഈ ഒരു പാട്ട് വച്ചില്ലെങ്കിലും വേറെ വിഷയമൊന്നുമില്ല. വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്നെ പോലുള്ള ആളുകളാണെങ്കിൽ അതിന് 100% ക്ലാപ്പ് ചെയ്യുക തന്നെ ചെയ്യും. പക്ഷെ അത് അല്ലാണ്ട് 1% പോലും അംഗീകരിക്കാൻ പറ്റാത്ത പല ആളുകളും ഉണ്ട്, പല തരത്തിൽപ്പെട്ട പല ആളുകളും ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾക്ക് സംസാരിക്കാനുള്ള ഒരു വിഷയമായിട്ട് ഇത് മാറി. കുറച്ച് ദിവസമായിട്ട് ചർച്ച ചെയ്യാനുള്ള ഒരു വിഷയമായിട്ട് ഈ ഒരു സംഭവം മാറി. അപ്പൊ അതിനുള്ള ഒരു കാരണം നിങ്ങൾ തന്നെയാണ്. ഇപ്പോൾ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് അവർ സൗകര്യം തന്നെങ്കിൽ അത് അവരുടെ വളരെ നല്ല മനസ്സാണ് അവിടെ കാണേണ്ടത്. അങ്ങനെ നമുക്കൊരാളൊരു ഉപകാരം ചെയ്യുമ്പോൾ അവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട, തിരിച്ച് നമ്മൾ അവരോട് നന്ദി കാണിക്കേണ്ടത്, അവിടെ ഇപ്പോൾ ക്രിസ്മസിന്റെ സമയം വരും, അതുപോലെ ഈസ്റ്റർ, അങ്ങനെ അവരുടേതായിട്ടുള്ള ഒരുപാട് വിശേഷ ദിവസങ്ങളുണ്ട്. അത്തരത്തിലുള്ള ദിവസങ്ങൾ വരുമ്പോൾ അവിടെ ചെല്ലുക, നമുക്ക് അവർക്ക് ഏതൊക്കെ തരത്തിൽ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്തു കൊടുക്കുക. അങ്ങനെ ആവുമ്പോൾ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത തരത്തിൽ ഇതുപോലെയുള്ള വിഷയങ്ങളെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? ഇപ്പോൾ ആ ഒരു ക്രൈസ്തീയ ഭക്തിഗാനം കൊണ്ടുവന്ന് ക്ഷേത്രവളപ്പിൽ പാടി ാണ് ഈ ഒരു വിഷയം ഇത്രയും ദിവസം ചർച്ചയിലേക്ക് എത്തുന്നത്. അതേസമയം അവര് ആ ഒരു ചെയ്തതിന്റെ നന്ദിയായിട്ട് നിങ്ങൾക്കൊരു അവസരം കിട്ടുമ്പോൾ നിങ്ങൾ അത് വിനിയോഗിക്കുകയാണെങ്കിൽ ഇത്തരത്തില് ഈ ഒരു വിഷയം ചർച്ചയാകില്ലായിരുന്നു. ക്രിസ്മസിന്റെ ഒക്കെ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് പോയി ഭജൻസ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് അവരെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആരും ഇതൊരു ചർച്ചയ്ക്ക് എടുക്കില്ലായിരുന്നു. അപ്പോൾ അത് അങ്ങനെ ചെയ്യാതെ ഇത്തരത്തിൽ ചെയ്തത് നിങ്ങളെ ഒരിക്കലും തെറ്റ് പറയുന്നില്ല, നിങ്ങൾ ചെയ്തത് നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷെ എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകൾ ഉണ്ടാവും. അപ്പൊ അത് ആ ഒരു ചർച്ച ഒഴിവാക്കാനുള്ള ഒരു വിഷയം മാത്രമാണ് പറയുന്നത്. അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും ചെയ്യുന്നു. അപ്പൊ ഇവരോടൊക്കെ എനിക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ മതേതരത്വം കാത്തു സൂക്ഷിക്കേണ്ടത് ഇങ്ങനെയൊന്നും അല്ല. അതായത് അവരുടേതായിട്ടുള്ള ഒരു വിശേഷ ദിവസം വരുമ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ അവിടെ ചെന്ന് അവർക്ക് ഹെൽപ്പുകൾ ചെയ്തു കൊടുക്കുക, സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. മതേതരത്വത്തിന്റെ പേരിൽ പലരും കാണിക്കുന്ന പ്രഹസനങ്ങൾ ഒരുപാട് കാലമായിട്ട് സോഷ്യൽ മീഡിയ വഴി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്.
അതായത് ക്ഷേത്ര വളപ്പിൽ കൊണ്ടുവന്നിട്ട് ദർപ്പുമുട്ടോ അർബനമുട്ടോ അങ്ങനെ ഏതാണ്ട് ഒരു സംഭവം ഉണ്ടല്ലോ, അത് കളിപ്പിക്കുക. എന്നിട്ട് അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളും ചെയ്യുക. അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ അത്തരത്തിലൊക്കെ ചെയ്യുമ്പോൾ ഒരു വിഭാഗം ആളുകൾ, ഹൈന്ദവരായിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. എന്നാൽ എതിർ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ വേണ്ടി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെയും അവരവരുടെ വിശ്വാസങ്ങളുമായിട്ട് ജീവിക്കാനായിട്ട് അവരെ വെറുതെ വിടുക. ഇപ്പം നമ്മൾ ഭയങ്കര മതേതരത്വമാണ്, നമ്മൾ ഭയങ്കര മതേതരത്വത്തിന്റെ ആളുകളാണ്, ന്യൂജൻ ചിന്താഗതിയുടെ ആളുകളാണ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് കാട്ടിക്കൂട്ടിയിട്ട് പിന്നീട് അതൊരു ചർച്ചയായിട്ട് ഇങ്ങനെ കിടന്ന് കറങ്ങാനായിട്ട് ഇരിക്കാതിരിക്കുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് ഇപ്പോൾ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളെ നമുക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അത് അവിടെ അവർക്കുള്ള ഒരു വിശേഷം വരുന്ന സമയത്ത് നമ്മൾ അവിടെ ചെന്നിട്ട് അവർക്ക് വേണ്ട സഹായങ്ങളും കാര്യങ്ങളും എല്ലാം ചെയ്തു കൊടുക്കുക. അതുപോലെ തന്നെ ദിനത്തിനായാലും റാലിയൊക്കെ പോകുമല്ലോ, അപ്പൊ ആ ഒരു സമയത്ത് വഴിയിലൊക്കെ അവർക്ക് കുടിക്കാനുള്ള ശുദ്ധമായിട്ടുള്ള വെള്ളമോ ജ്യൂസോ അങ്ങനെയൊക്കെ കൊണ്ടുകൊടുത്ത് അതൊക്കെയാണ് മതേതരത്വം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് എടുക്കേണ്ട വഴികൾ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് എന്നും നിലനിൽക്കുന്നത്. അല്ലാണ്ട് നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന പ്രഹസനങ്ങളൊന്നും ഒരിക്കലും നിലനിൽക്കുന്നതല്ല. അത് ഇന്നല്ലെങ്കിൽ നാളെ വീണ് കൊഴിഞ്ഞു പോകത്തേ ഉള്ളൂ. ഇതൊക്കെ വെറുതെ വിവാദങ്ങൾക്ക് മാത്രമേ വഴിയൊരുക്കുകയുള്ളൂ എന്ന് കരുതി ഈ പറയുന്ന നന്ദഗോവിന്ദം ഭജൻസ് ചെയ്തത് ഒരിക്കലും തെറ്റാണെന്ന് പറയുന്നില്ല. അവരൊരു പാട്ട് പാടി എന്ന് കരുതിയിട്ട് ആ കോവിലിലെ ഒരു മൂർത്തിയും ഇറങ്ങി എങ്ങോട്ടും ഓടി പോകത്തില്ല. മനുഷ്യർക്ക് മാത്രമേ കുഴപ്പമുള്ളൂ. അദ്ദേഹം ആ ഒരു പാട്ട് പാടുന്നതിന് മുമ്പ് അവിടെ സദസ്സിൽ അനുവാദം ചോദിച്ചിട്ടുണ്ടായിരുന്നു. സദസ്സിൽ കൂടി നിന്ന ആളുകളൊക്കെ കൈയടിച്ച് അതിനെ അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ശശികല ടീച്ചറെ പോലുള്ള കുറച്ച് വർഗീയവാദികൾക്കാണ് കുരു പൊട്ടിയത്. അപ്പോൾ ആ ഒരു പൊട്ടിയൊലിപ്പിൽ നിന്നും വന്നതാണ് ഇത്തരത്തിലുള്ള കുറച്ച് എന്താ പറയുക തർക്കങ്ങളും കുത്തിത്തിരിപ്പുകളൊക്കെ. ശരിക്കും അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഒരാൾ ഒരു പാട്ട് പാടിയെന്ന് പറഞ്ഞ് എന്താണ്, ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ശബരിമലയിലെ ശ്രീ ധർമ്മശാസ്താവിന്റെ ഉറക്കുപാട്ടായിട്ടുള്ള ഹരിവരാസനം പാടിയിരിക്കുന്നത് ആരാണ്? ക്രിസ്ത്യാനി ആയിട്ടുള്ള യേശുദാസ് അദ്ദേഹമാണ് പാടിയിട്ടുള്ളത്. അപ്പൊ ക്രിസ്ത്യാനി പാടിയ പാട്ട് കേട്ട് ഹിന്ദുവിന്റെ ദേവന് ഉറങ്ങാം, അതിലൊരു തെറ്റുമില്ല. എന്നാൽ ഹിന്ദുവിന്റെ അമ്പലത്തിൽ ജീസസിന്റെ ഒരു പാട്ട് പാടിക്കഴിഞ്ഞാൽ അവിടെ കുറ്റം. ഇത് എവിടത്തെ ന്യായമാണ്? അതെനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് എവിടത്തെ നീതിയാണ്? ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുതരം ഭ്രാന്താണെന്നേ പറയാൻ പറ്റത്തുള്ളൂ. മതഭ്രാന്ത്, മതം തലയ്ക്ക് കയറിയിട്ടുള്ള ഭ്രാന്ത്, അല്ലെങ്കിൽ വർഗീയമായിട്ടുള്ള അല്ലെങ്കിൽ തീവ്രമായിട്ടുള്ള വർഗീയത തലയിൽ കുത്തി കയറിയിട്ടുള്ള ഭ്രാന്ത്. അല്ലാതെ മറ്റൊന്നും എനിക്ക് ഇതിനെ പറ്റിയിട്ട് പറയാനില്ല. കാരണം ഇതൊരു തെറ്റായിട്ട് തോന്നുന്നതേ ഇല്ല. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അവിടെ നടന്ന ആ ഒരു ഭജനയില് ഒരു ക്രൈസ്തീയ ഭക്തിഗാനം പാടിക്കഴിഞ്ഞപ്പോ അവിടെ എന്ത് സംഭവിച്ചു? ആ ക്ഷേത്രത്തിന് എന്തെങ്കിലും സംഭവിച്ചോ? ആ ക്ഷേത്രത്തിലെ മൂർത്തി ഇറങ്ങി എങ്ങോട്ടെങ്കിലും ഓടിപ്പോയോ? നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഇപ്പൊ അടൂർ പടിപ്പുര പോയിട്ട് ഒരു പ്രശ്നം വെച്ച് നോക്കൂ. അവിടെ എന്തെങ്കിലും അതിനെ ചൊല്ലിയിട്ടുണ്ടായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായോ എന്ന്. ഇനി അവിടം വരെ പോവാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇന്ന് നിലവിലുള്ള ഒരുപാട് ക്ഷേത്രങ്ങളില്ലേ, ആ ക്ഷേത്രങ്ങളിലൊക്കെ ഇന്ന് ചെറുതു തൊട്ട് വലുതു വരെയുള്ള ക്ഷേത്രങ്ങളിലും ദേവപ്രശ്നം, അഷ്ടമംഗല്യ പ്രശ്നങ്ങളൊക്കെ നടത്തുന്നത് വലിയ വലിയ തിരുമേനിമാരാണ്. അവരെ കൊണ്ടൊന്ന് പ്രശ്നം വെപ്പിച്ച് നോക്കൂ. ആ മൂർത്തി അവിടെ തന്നെ ഉണ്ടോ? അത് ജീസസിന്റെ പാട്ട് കേട്ടിട്ട് കുറ്റിയും പറിച്ചിറങ്ങി ഓടിയോ എന്ന് അപ്പൊ അറിയാൻ പറ്റുമല്ലോ. അപ്പൊ എന്തായാലും ഇതൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ഓവർ ആവുന്നുണ്ട് എന്ന് മാത്രമേ പറയാനായിട്ട് തോന്നുന്നുള്ളൂ. കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ വിഷയമാക്കി എടുക്കേണ്ട ഒരു കാര്യമില്ല. അവര് വന്നു അതിമനോഹരമായി ഒരു പാട്ട് പാടി, അതിലൊരു പാട്ടുള്ളതിൽ എന്താണ് തെറ്റ്? ഇപ്പൊ നമ്മുടെ ഒരു കാര്യം തന്നെ എടുക്കാം. നമ്മളൊക്കെ ഇപ്പോ ക്ഷേത്രത്തില് ഉത്സവത്തിന് താലപ്പൊലിയും വിളക്കൊക്കെ പോകുമല്ലോ, ഘോഷയാത്ര പോകുമല്ലോ. അപ്പൊ ആ ഒരു ഘോഷയാത്ര പോകുന്ന സമയത്ത് പല ആളുകളും വഴിയിൽ ഈ ഘോഷയാത്രയിൽ പോകുന്ന ആളുകൾക്കൊക്കെ ജ്യൂസും വെള്ളവും ഒക്കെ നൽകാറുണ്ട്. അപ്പൊ ഇത് കൂടുതലും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും നൽകാറുണ്ട്. ഇപ്പോ നമ്മള് ഘോഷയാത്ര പോകുന്നത് ഇപ്പൊ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി ഏരിയയിലൂടെ ആണെങ്കിൽ ആ ഭാഗത്ത് നിൽക്കുന്ന ആളുകളും കൊടുക്കാറുണ്ട്. ചില കടകളുടെയൊക്കെ മുന്നിൽ കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട്. ചില കടകളുടെയൊക്കെ ഓണേഴ്സ് ഒക്കെ അതിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ജ്യൂസൊക്കെ വെച്ച് കൊടുക്കാറുണ്ട്. ഒരുപാട് ആളുകൾ കൊടുക്കാറുണ്ട്. അപ്പൊ ഈ സമയത്ത് നിങ്ങളൊക്കെ ഈ ആ ഒരു ജ്യൂസൊക്കെ മേടിച്ച് കുടിക്കുമ്പോൾ ആ തരുന്ന ആള് ഹിന്ദു ആണോ മുസ്ലിം ആണോ, അയ്യോ ഇത് മുസ്ലിം തന്ന ജ്യൂസാണ്, ഇതെനിക്ക് വേണ്ട എന്ന് നിങ്ങൾ ആരെങ്കിലും പറയാറുണ്ടോ? ആരും പറയാറില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല. നേരെ മറിച്ച് ഒരു ആക്സിഡന്റ് വന്ന് ഒരിടത്ത് വീണ് കിടക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ അയ്യോ എന്നെ ഹിന്ദു ആയിട്ടുള്ള ഡോക്ടർ നോക്കിയാൽ മതിയേ, മുസ്ലിമും ക്രിസ്ത്യാനിയും എന്നെ നോക്കണ്ട എന്ന് നിങ്ങൾ പറയാറുണ്ടോ? അതുപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിലേക്ക് ആവശ്യമായിട്ടൊരു സർജറിക്ക് വേണ്ടിയിട്ട് ബ്ലഡ് നിറയ്ക്കേണ്ട ആവശ്യം വന്നാൽ നിങ്ങൾ പറയോ അയ്യോ എനിക്ക് ഹിന്ദുവിന്റെ ബ്ലഡ് മാത്രം മതിയേ എന്ന് പറയൂ? അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെയൊക്കെ തെറ്റായ കാരണം. നമ്മൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളാണ്. നമ്മൾ ഏതെല്ലാം തരത്തിലുള്ള ആളുകളുടെ അടുത്തിരുന്ന് യാത്ര ചെയ്യുന്നു. അവിടെ ആരെങ്കിലും മതമോ വർഗമോ ജാതിയോ എന്തെങ്കിലും ഒരെണ്ണം നോക്കാറുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഒരുപാട് വളർന്നു കഴിഞ്ഞു.
കൂടുതലും സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങാൻ വേണ്ടിയിട്ടും എപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറൽ ആവാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ടാണ് ഈ ആവശ്യമുള്ളതും ഇല്ലാത്തതും അത്രയും ഇങ്ങനെ കുത്തിപ്പിന്നി വലിയ വിഷയമാക്കി എടുക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ, ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇത്രയധികം വളർന്നിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആരെങ്കിലും അറിയുമായിരുന്നു? ഇപ്പോൾ നന്ദഗോവിന്ദം ഭജൻസ് വന്നു, അവിടെ വന്നൊരു ക്രിസ്ത്യൻ ഭക്തിഗാനം പാടി അവർ പോയി. പക്ഷെ അതെങ്ങാനും നമ്മൾ ആരെങ്കിലും അറിയുമായിരുന്നു? അത് വല്ലതും ഇത്രയധികം ചർച്ചയാവുമായിരുന്നോ? ഇല്ലല്ലോ. അപ്പോൾ സോഷ്യൽ മീഡിയ വളർന്നതിന്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീണ്ടും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു പട്ടിക്കുഞ്ഞു പോലും അറിയില്ല, അത് അവരവിടെ വന്ന് പാടി അത് പോയി, അത്രയേ ഉള്ളൂ, അത് അവിടെ തീരും. അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ പത്രത്തിൽ ഒരു ന്യൂസ് ആയിട്ട് വരുമായിരിക്കും, അതുമല്ലെങ്കിൽ TV ചാനലിൽ ഒരു വാർത്ത വരുമായിരിക്കും. എന്നിട്ട് ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് ഓരോരുത്തർ ചർച്ച ചെയ്ത് ഇങ്ങനെ പോകത്തില്ല. അപ്പോൾ ഈ പറയുന്ന ഞാൻ പോലും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കത്തില്ല. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഒരുപാട് വളർന്നതിന്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള വൈറസുകളും കൂടി വളർന്നത്. അതായത് ആവശ്യമുള്ളതും ഇല്ലാത്തതും ഒക്കെ ചർച്ചയാവുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അതനുസരിച്ചാണ് ഈ വർഗീയതയും വളർന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പരിധി വരെ ഈ വർഗീയത ഇങ്ങനെ വളരാനുള്ള ഒരു കാര്യവും സോഷ്യൽ മീഡിയ തന്നെയാണ്. പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും BJP ആയാലും അയൽക്കാരാണെങ്കിൽ ഒരുമിച്ച് കാണുമ്പോൾ എന്തൊരു സ്നേഹവും എന്തൊരു കാര്യമാണ്. അതേസമയം നേരെ സോഷ്യൽ മീഡിയയിലാണെങ്കിലോ പൂര തെറിയാണ്. അപ്പോൾ രാഷ്ട്രീയപരമായിട്ടായാലും മതപരമായിട്ടായാലും ഏത് തരത്തിലായാലും സോഷ്യൽ മീഡിയയിലാണ് ഈ അടികൾ മുഴുവനും നടക്കുന്നത്. അതേസമയം നേരിട്ട് കാണുന്ന ആളുകൾ തമ്മിൽ യാതൊരുവിധ പ്രശ്നവുമില്ല. അപ്പൊ എന്താണ് ഇതിൽ കൂടുതലായിട്ടൊന്നും പറയാനില്ല എനിക്ക്. പണ്ടൊക്കെ എന്റെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മുടെയൊക്കെ ഫാമിലിയിലൊക്കെ എന്ന് വെച്ചാൽ ഈ ശബരിമലയിൽ പോകുന്ന സീസൺ ആകുമ്പോഴത്തേക്ക് തലേ ദിവസം ഇതുപോലെ കുടുംബത്തിലെ ഭജന ഉണ്ടാകും. അപ്പൊ കുടുംബത്തിലുള്ള ആളുകളൊക്കെ ഭജന പാടും. ചിലപ്പം വെളുപ്പാങ്കാലം വരെയൊക്കെ ഉണ്ടാവും. നമ്മളൊക്കെ ചെറിയ മക്കളാണ്, നമ്മളൊക്കെ ഇങ്ങനെ ഉറക്കൊളച്ചിരിക്കും ഇത് കേൾക്കാനായിട്ട്. ഇടയ്ക്കൊക്കെ ഉറങ്ങിയും പോകും, അമ്മേരൊക്കെ മടി കിടന്നങ്ങ് ഉറങ്ങിപ്പോവും. ഇങ്ങനെ വട്ടം കൂടിയിരിക്കും എല്ലാവരും കൂടി, ഒരു ലോഡ് ആളുകളും കാണും വീട്ടുമുറ്റത്ത്. പിന്നീട് അത് മാത്രമല്ല, ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ അപ്പൂപ്പനൊക്കെ മരിച്ചു കഴിഞ്ഞിട്ട് അവരുടെയൊക്കെ ഈ ആണ്ടബലി വരുന്ന സമയമുണ്ടല്ലോ, ആ ഒരു ആണ്ടബലി വരുന്ന സമയത്ത് ഇതുപോലെ ഒരു തലേ ദിവസം ഒരു ഭജനയൊക്കെ വെക്കും. അത് കുടുംബത്തിലുള്ള ആളുകളൊക്കെ തന്നെയാണ്, പാട്ടൊക്കെ പാടാൻ അറിയാവുന്ന ആളുകളൊക്കെ ഉണ്ടാവും, അവരുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അന്നത്തെ കാലത്തുള്ള വാദ്യോപകരണങ്ങൾ എന്നൊക്കെ പറയുന്നത് ഡോലക്ക് എന്നൊക്കെ പറയും കേട്ടോ. ഡോലക്ക്, അതുപോലെ തന്നെ ഈ വലിയൊരു കുടം, പിന്നെ എന്തിനാണ് കുറേ സംഭവങ്ങളുണ്ട് അത്തരത്തിലുള്ള ഗഞ്ചറ, അങ്ങനെയൊക്കെ പറയുന്ന കുറച്ച് സംഭവങ്ങളുണ്ട്. ഇതൊക്കെ വെച്ചിട്ടാണ് ഇവരെ വാദ്യോപകരണങ്ങളാക്കി വെച്ചിട്ടാണ് ഇവർ ഈ ഭജനയൊക്കെ പാടുന്നത്. കേട്ടോണ്ടിരിക്കാൻ വളരെ രസമാണ്, നല്ല രസമാണ്. അന്നൊക്കെ ഉള്ള സൂപ്പർ ഹിറ്റ് പാട്ടുകളായിട്ട് ഇവർ പാടുന്നതെന്ന് പറഞ്ഞാൽ ഗംഗയാറു പിറക്കുന്നു ഹിമവൻ നദിയിൽ എന്നുള്ള ആ പാട്ടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് ഇവർ പ്രധാനമായിട്ടും പാടുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ വളരെയധികം ആസ്വദിച്ച് കേട്ടിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഇന്ന് കാലം കുറേ പുരോഗമിച്ചു. ഇപ്പോഴുള്ള ആളുകളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭജൻസ് ഇന്നത്തെ കാലത്തും ഇതുപോലെ നന്ദഗോവിന്ദം ഭജൻസിനെ സത്യത്തിൽ അഭിനന്ദിച്ചേ മതിയാവും. കാരണം ഇന്നത്തെ കാലത്ത് ഇവര് ഇത്രയധികം ഭംഗിയായിട്ട് ഈ ഒരു ടീം കൊണ്ടുപോകുന്നല്ലോ, മുന്നോട്ട് വരുന്നല്ലോ എന്ന് പറയുമ്പോൾ അത്ഭുതമാണ് തോന്നുന്നത്. ശരിക്കും വേടന്റെ പാട്ടുകൾക്ക് സദസ്സിൽ ആയിരക്കണക്കിന് ആളുകളുണ്ടെങ്കിൽ ശരിക്കും ഈ ഒരു നന്ദഗോവിന്ദൻ ഭജൻസ് കാണാനായിട്ടാണെങ്കിൽ അതിൽ ഇരട്ടി ആളുകളാണുള്ളത് എന്ന് ഓർക്കണം. പിന്നീട് നമ്മൾ കാണുന്നതാണ് സ്റ്റേജുകളിൽ വന്നിട്ട് ഓരോരോ ചൊറിയും തവളകളും കിട്ടമാക്രികളൊക്കെ, കുറെ പെണ്ണുങ്ങളെയാണ് കേട്ടോ ഉദ്ദേശിച്ചത്, ഇത്തറ്റം തുണി ഉടുത്തിട്ട് വന്നിട്ട് കാണിച്ചു കൂട്ടുന്ന കോലങ്ങൾ, കുറെ എണ്ണം തറയിൽ കിടന്ന് നിരങ്ങുന്നു, നിലത്ത് കിടന്ന് ഉരുളുന്നു, സ്റ്റേജിൽ കൂടെ ഓടുന്നു, ചാടുന്നു, എന്താ പറയുന്നത്, ഇറുകി പിടിച്ചതും പിടിക്കാത്തതുമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നു, ശരീരഭാഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടിയും ഉലച്ചും എന്തൊക്കെ ഗോഷ്ഠികളാണ് കാണിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് കാണിക്കുന്നത്? അവരെ സംബന്ധിച്ചിടത്തോളം വീണ്ടും അവരുടെ പ്രോഗ്രാം ആളുകൾ ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ആട്ടിയും ഉലച്ചും തള്ളിയും ഒക്കെ വെച്ച് കാണിച്ചു കൊടുത്തേ പറ്റൂ. അതേസമയം ഈ ഭക്തിഗാനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു ഭജന എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ഒരുമിച്ച് ഇരുന്ന് വളരെ ചിട്ടയോടുകൂടി ഐക്യതയോടുകൂടി ശുദ്ധമായ സംഗീതം ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അത് ജനങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു ഭജൻസ് ടീമിന് ക്ലാപ്പ് കൊടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ എന്തായാലും ഈ വർഗീയവാദികൾ പറയുന്നതൊന്നും ചെവിയിൽ കൊടുക്കണ്ട എന്ന് മാത്രമേ പറയാനുള്ളൂ. കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. ഇങ്ങനെ വന്ന് വർഗീയത പറയുന്നവരോട് പണി നോക്കൂ എന്ന് പറയാനായിട്ട് പഠിക്കുക. അപ്പോൾ എന്തായാലും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ആലോചിച്ച് ചെയ്യുക. നമുക്ക് മറ്റാർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അവരുടെ അടുത്തേക്ക് പോയി ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്ത് വെറുതെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ എടുത്തിട്ട് ചർച്ചയ്ക്ക് എടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാതിരിക്കുക. ഇത്രയാണ് എനിക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.